എലത്തൂരിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ വീണ്ടും മത്സരിക്കണമെന്ന് NCP മണ്ഡലം കമ്മിറ്റിയിൽ ഒരു വിഭാഗം. NCP എലത്തൂർ മണ്ഡലം കമ്മിറ്റി ശശീന്ദ്രനെ മത്സരിപ്പിക്കണമെന്ന് സംസ്ഥാന കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടതായി വൈസ് പ്രസിഡന്റ് TP വിജയൻ 24 പറഞ്ഞു. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എലത്തൂർ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള LDF സ്ഥാനാർത്ഥിയായി ശ്രീ എ കെ ശശീന്ദ്രൻ തന്നെ വരണം എന്നുള്ളതാണ് എലത്തൂർ നിയോജക മണ്ഡല NCPS കമ്മിറ്റിയുടെ ഏകകണ്ഠേനമായ തീരുമാനം. ആ തീരുമാനം ഞങ്ങൾ യഥാസമയം അഖിലേന്ത്യാ സംസ്ഥാന കമ്മിറ്റികൾക്ക് വിവരം ധരിപ്പിച്ചിട്ടുള്ളതാണ്. അജി കുഞ്ഞുമൊഞ്ചുന്നു, അജി, അവിടെ ജില്ലാ കമ്മിറ്റിയും ഇത്തരത്തിൽ ശശീന്ദ്രനെ മത്സരിപ്പിക്കരുത് എന്ന പ്രമേയം പാസാക്കുകയും അത്തരത്തിൽ ശശീന്ദ്രനെതിരെ വലിയ വികാരം പാർട്ടിക്കകത്തുണ്ടാകുന്ന സമയത്താണ് ഒരു ജീവൻ രക്ഷാ ദൗത്യം എന്നുള്ള നിലയ്ക്ക് മണ്ഡലം കമ്മിറ്റിയുടെ ഓപ്പറേഷൻ. തീർച്ചയായിട്ടും ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വലിയ തരത്തിലുള്ള ഒരു എതിർപ്പ് ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. NCPയുടെ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് മത്സരിക്കണമെന്ന ആവശ്യം അവിടെ ഉയർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ എലത്തൂർ നിയോജക മണ്ഡലത്തിലെ 43 പേർ, 50 പേരടങ്ങുന്ന കമ്മിറ്റിയാണ്. അതിൽ 43 പേർ ഐക്യകണ്ഠേന ഒരു പ്രമേയം പാസ്സാക്കിയും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് ശശീന്ദ്രനെ വീണ്ടും മത്സരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തടക്കം നൽകുകയും ചെയ്തിരുന്നു. ഭൂരിപക്ഷം മുതിർന്ന അംഗങ്ങളും ശശീന്ദ്രനൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. നാളെ NCPയുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ചേരും. അവിടെ PC ചാക്കു എടുക്കുന്ന നിലപാട് എന്താണ് എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. അതേസമയം ഈ NCPയുടെ ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ 8 ടേമായി ശശീന്ദ്രൻ മത്സരിക്കുന്നു. അതിൽ 10 വർഷം മന്ത്രിയായി ശശീന്ദ്രൻ ഇരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പുതുമുഖ സ്ഥാനാർത്ഥിയെ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ഒരു ആവശ്യം ഒരു വിഭാഗം ഉന്നയിക്കുന്നു. ശശീന്ദ്രനെ അനുകൂലിക്കുന്ന വിഭാഗം പ്രധാനമായും പറയുന്നത് എലത്തൂർ മണ്ഡലത്തിൽ വിജയ സാധ്യതയുള്ള ഒരു നേതാവ് A K ശശീന്ദ്രൻ മാത്രമാണ്. അതുകൊണ്ട് A K ശശീന്ദ്രനെ തന്നെ അവിടെ വീണ്ടും നിർത്തണമെന്നുള്ള ഒരു ആവശ്യമാണ് A K ശശീന്ദ്രൻ ഒരിക്കൽ കൂടി മത്സരിച്ചാൽ കൊള്ളാമെന്ന് ശശീന്ദ്രൻ തന്നെ നല്ല ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ശശീന്ദ്രൻ ക്യാമ്പ് ശശീന്ദ്രന് വേണ്ടി കരുക്കൾ നീക്കുന്നു. അതേസമയം ജില്ലാ കമ്മിറ്റിയിൽ കടുത്ത എതിർപ്പ്. നമുക്ക് കാത്തിരുന്ന് കാണാം, എലത്തൂരിൽ ശശീന്ദ്രൻ തന്നെയാണോ അതോ പുതിയൊരാൾ അവിടെ വരുമോ, ഇനി ആ സീറ്റ് CPM എടുക്കുമോ എന്ന കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.